ഇതവളെ പാല്. അമ്മയ്ക്കറിയാം ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ ഇത് ശരിയല്ലെന്ന്. എന്നാലും ചടങ്ങുകൾ ആ രീതിക്ക് തന്നെ നടത്തണമല്ലോ. രുദ്രന്റെ മുറി 3-ാമത്തെ നിലയിലെ അവസാനത്തെ മുറിയാ കേട്ടോ. അമ്മ കൂടെ വരണോ? ഇല്ല വേണ്ട, ഞാൻ തന്നെ പൊക്കോളാം. ദുർഗ ഇരിക്കൂ. തനിക്ക് ക്ഷീണമില്ലെങ്കിൽ കുറച്ചു നേരം വെയിറ്റ് ചെയ്യാമോ? എനിക്ക് അർജന്റായിട്ട് കുറച്ച് മെയിൽസ് ചെക്ക് ചെയ്യാനുണ്ട്, അതുകൊണ്ടാ. ഒരു ഹാഫ് ആൻ അവർ. അത് വേറൊന്നുമല്ല, തന്നോടും എനിക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, അതുകൊണ്ടാ. ഇതെന്താ ഇവിടെ എല്ലാരും കൂടെ വട്ടമേശ സമ്മേളനം? അത് ഞങ്ങളെല്ലാരും കൂടി ഒരുമിച്ച് കിടക്കാൻ തീരുമാനിച്ചു. കൂടിയിരിക്കുന്നൊക്കെ കൊള്ളാം, ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. പിന്നെ ഞാനിപ്പോ എന്തിനാ വന്നേന്ന് ചോദിച്ചാ, നമ്മുടെ രുദ്രന്റെ കല്യാണം വേഗം നടന്നുകൊണ്ട് തന്നെ വേണ്ടപ്പെട്ട ആരും ഒന്നും വിളിക്കാൻ പറ്റിയില്ലല്ലോ. എന്നൊരു റിസപ്ഷൻ വെക്കാന്ന് വെച്ചാൽ നോയമ്പായതുകൊണ്ട് അതും നടക്കില്ല. അപ്പൊ ഞാൻ കരുതി ഒരു കുഞ്ഞു സദ്യ നടത്താന്ന്. സദ്യ എന്ന് പറയുമ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം രാത്രി വരെ വരുന്ന എല്ലാവർക്കും ഫുഡ് കൊടുക്കുക, അത് തന്നെ. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വിളിക്കാം. നാളെയാ പരിപാടി. വലിയ ആഡംബരമൊന്നുമില്ല, വെജിറ്റേറിയൻ ആയിരിക്കും ഫുള്ള്. പറഞ്ഞാൽ മനസ്സിലായോ? പിന്നെ ആവശ്യമില്ലാത്ത ഫ്രോഡായിട്ടുള്ള ആൾക്കാരെ ഒന്നും വിളിച്ച് വരുത്തരുത്, ദൈവത്തെ ഓർത്ത്. വിളിച്ചു വരുത്തുന്നൊക്കെ കൊള്ളാം. പക്ഷെ അയ്യോ തിരിച്ചു പോകാൻ ബസ്സില്ല, വണ്ടിയില്ല, അതുകൊണ്ട് ഒരു രാത്രി ഇവിടെ തങ്ങിക്കോട്ടെ, ഇതൊന്നും ഞാൻ സമ്മതിച്ചു തരത്തില്ല കേട്ടല്ലോ. അതുകൊണ്ട് നാളെ തന്നെ തിരിച്ചു പോകാൻ പാകത്തിനുള്ള ആൾക്കാരെ മാത്രം വിളിച്ചു വരുത്തിയാൽ മതി. പറഞ്ഞില്ലാന്ന് വേണ്ട. അതെന്താമേ അങ്ങനെ ഒരു ടോക്ക്? അത് എനിക്കിട്ടൊന്ന് വെച്ചല്ലേ? അതെ, നിനക്കാണല്ലോ ഇങ്ങനെയുള്ള കുറെ വള്ളി കൂട്ടുകാരുള്ളത്. വന്നു കഴിഞ്ഞാൽ ഒരുത്തം തിരിച്ചു പോത്തില്ല. എന്തെങ്കിലും നല്ല സ്വഭാവമുള്ളവന്മാരാണോ? അതുമല്ല. ഹലോ, എക്സ്ക്യൂസ് മീ, എന്റെ കൂട്ടരൊക്കെ നല്ല സ്വഭാവത്തിന് ഉടമകൾ തന്നെ. പിന്നെ കുറച്ച് കള്ളു കുടിക്കും, പിന്നെ അത്യാവശ്യം കുറച്ച് പെമ്പിള്ളാരെ വാങ്ങി നോക്കും, പിന്നെ ദൂരോട്ടൊക്കെ കുറച്ച് കറങ്ങാൻ പോകും. അത്രയൊക്കെ അല്ലേ ഉള്ളൂ. അതൊഴിച്ച് നോക്കി കഴിഞ്ഞാൽ അവന്മാരെ പോലെ തങ്കപ്പെട്ടവന്മാർ ഈ ഭൂമി വേറെ ഇല്ല. എന്തായാലും നിന്റെ കൂട്ടുകാരെ മാക്സിമം ഇങ്ങോട്ട് വിളിക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്റെ പെൺകുഞ്ഞുങ്ങളോടാ ഞാൻ പറഞ്ഞത്, മക്കളെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരെ വിളിച്ചാൽ മതി കേട്ടോ. പിന്നെ നല്ല സ്വഭാവമുള്ള ആമ്പിള്ളാരാണെങ്കിൽ മാത്രമേ ഇതിനകത്ത് കയറത്തുള്ളൂ. എന്തെങ്കിലും പ്രശ്നം നിങ്ങൾ വിളിച്ചോണ്ട് വരുന്നവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ ഇതിലും ഭേദം വിളിക്കാതിരിക്കുന്നല്ലേ. അതെ, ഞങ്ങളോടല്ലേ ഇതൊക്കെ പറയേണ്ടത്. അതുകൊണ്ട് അപ്പുറത്ത് കുറച്ച് ടീംസ് ഇരിപ്പുണ്ട്, അവരുടെ അടുത്ത് പോയി പറ നല്ല ആൾക്കാരെ വിളിച്ചോണ്ട് വരണമെന്ന്. ഞങ്ങളൊക്കെ നല്ല ആൾക്കാരുടെ കൂട്ടേ കൂടാറുള്ളൂ. മതി മതി, വേണ്ടാത്ത കാര്യങ്ങളൊന്നും ആരും സംസാരിക്കേണ്ട. വേന്ന് കിടന്ന് ഉറങ്ങാൻ നോക്കും. നാളെ വെളുപ്പിനെ പൂജ ഉള്ളതാ. എൻ ടീച്ചറാ, ഈ പൂജക്ക് ഒരു അവസാനില്ലേ? ദുർഗ, നിനക്ക് ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായല്ലോ അല്ലേ? മനസ്സിലായി. ഗുഡ്. അപ്പൊ കിടന്നോ. ഗുഡ് നൈറ്റ്. ഹലോ, ഇതെന്താ ചിന്താവിഷ്ടയായ ദുർഗയോ? എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, ഈ വിദൂരതയിലേക്ക് ഇങ്ങനെ കണ്ണെന്നിട്ട് നിൽക്കുന്ന കണ്ടുകൊണ്ട് ചോദിച്ചതാ. ഒന്നുമില്ല. അല്ല, ഈ വീട്ടിൽ ഒരുപാട് ആളുകളുണ്ടല്ലോ. അന്ന് ഡാൻസിന് വന്നപ്പോഴും നിങ്ങൾ കുറച്ചുപേരല്ലേ എന്നോട് മിണ്ടുള്ളൂ. പിന്നെ ബാക്കിയുള്ളവരെ ഒന്നും അറിയത്തുമില്ല. പിന്നെ ഇന്നലെ രുദ്രേട്ടനോട് ദേവേട്ടൻ വഴക്കുണ്ടാക്കി പോയതാ. അതിനുശേഷം കണ്ടതുമില്ല. ഇപ്പൊ ആരോടാ ഒന്ന് ചോദിക്കുക? പിന്നെ ഇവരാരും എന്നോട് മിണ്ടാനായിട്ട് വരുന്നില്ല. കുറച്ചുപേരൊക്കെ വന്നു, പക്ഷെ അവരൊക്കെ ഏതാ ബന്ധം എന്നൊന്നും എനിക്ക് അറിയത്തുമില്ല. ചോദിക്കാനൊരു മടി. അത്രേ ഉള്ളോ? ഇതാണ് അത്ര വലിയ കാര്യം. എന്നോട് ചോദിച്ചപ്പോരെ ഞാൻ പറയില്ലേ? ഇത് കന്തപുരം. കന്തപുരം രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയിട്ടുണ്ടോ? ഒന്ന് വടക്കുകര, ഒന്ന് തെക്കുകര. ഇതെങ്ങനെയാ സ്പ്ലിറ്റ് ആയതെന്ന് പറഞ്ഞു കഴിഞ്ഞാ, ഈ കന്തപുരത്തിന്റെ നടുക്ക് ഒരമ്പലമുണ്ട്. അതായത് ചേച്ചി ഡാൻസ് കളിക്കാൻ വന്നില്ലേ ഒരമ്പലം, അത് കന്തന്റെ അമ്പലമാണ്. ഈ അമ്പലത്തിന്റെ ഫ്രണ്ട് വശം വടക്കുകരയായിട്ടും അമ്പലത്തിന്റെ പുറകു വശം തെക്കുകരയായിട്ടുമാണ് അറിയപ്പെടുന്നത്. ഈ വടക്കുകരയിലാണെങ്കിൽ മഹാദേവനും പാർവതി ദേവിയുമായിട്ട് ഇരിക്കുന്ന ഒരമ്പലമുണ്ട്. അതാണ് വടക്കേ ദേവര്. പിന്നുള്ളത് തെക്കുകര. തെക്കുകരയിലാണ് നമ്മുടെ ദേവരനൊക്കെ താമസിക്കുന്നത്. ഇവിടം സ്കന്ദപുരം കൊട്ടാരമാണെങ്കിൽ തെക്കുകരയില് ശ്രീപുരം കോവിലകമാണ് ഉള്ളത്. അതായത് പണ്ടത്തെ സ്കന്ദപുരം കൊട്ടാരത്തിലെ രാജാവ് തെക്കുകരയിലുള്ള ആളുകളുടെ കാര്യങ്ങൾ നോക്കാനും അതുപോലെ തന്നെ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിയമിച്ചതാണ് അവിടുത്തെ കോവിലകത്തിലുള്ള ആൾക്കാരെ. പിന്നീട് ആ കരയിലുള്ള കാര്യങ്ങളെല്ലാം അവരാ നോക്കുന്നത്. എന്തോ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, അങ്ങനെ എന്തോ ഒരു ഐതിഹ്യം കൂടെ ഉണ്ട്. പിന്നെ അതുപോലെ തെക്ക് കരയിൽ സ്ഥിതി ചെയ്യുന്നത് മഹാവിഷ്ണുവും ലക്ഷ്മി ദേവിയും കൂടെ ഉള്ള ഒരു അമ്പലമാണ്. അത് തെക്കുംനാഥൻ. ഇതൊക്കെയാണ് നമ്മുടെ ഈ ദേശത്തിന്റെ ഐതിഹ്യം. പിന്നെ നിങ്ങൾ വന്ന സമയത്ത് കവാട ഭാഗത്ത് നരസിംഹസ്വാമിയുടെ അമ്പലം കണ്ടോ? അതും ഒരു ഐതിഹ്യം ബേസ് ചെയ്താ നിൽക്കുന്നത്. അതിന്റെ കറക്റ്റായുള്ള കാര്യം എനിക്ക് അറിയില്ല, ഞാൻ പിന്നെ അതൊന്നും തിരക്കിയിട്ടുമില്ല. കൊട്ടാരത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കൊട്ടാരം പണ്ടത്തെ എന്തോ ഒരു ഐതിഹ്യം ബേസ് തന്നെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വേലെടുപ്പ് ചടങ്ങില് അത് തന്നെ 2 തരത്തിലുണ്ട്. ഒന്ന് വെള്ളിവേലും ഉണ്ട്, ഒന്ന് സ്വർണ്ണവേലും ഉണ്ട്.
ഈ വെള്ളിവേൽ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും കൊടുക്കാം. അതായത് അവകാശം ആർക്കാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ആൾക്ക് എടുക്കാം. അത് ആര് വേണമെങ്കിലും ആകാം. അത് കൊട്ടാരമാ തീരുമാനിക്കുന്നത്. പക്ഷെ സ്വർണ്ണവേൽ എടുക്കുന്നതിന് ഒരു സർട്ടൻ ക്രൈറ്റീരിയാസ് ഒക്കെ ഉണ്ട്. മീൻസ് അതായത് ഇന്ന ജാതകം, ഇന്ന ടൈം, അങ്ങനെയൊക്കെയുണ്ട്. അപ്പം അങ്ങനെ വന്നിട്ട് ശരിക്കുള്ള സ്കന്ദൻ എടുത്തതിന് ശേഷം ആ വേലെടുക്കുന്നത് 12th സെഞ്ചുറിയിലാണ് ഫസ്റ്റ് സ്കന്ദൻ ആ വേലെടുക്കുന്നത്, അതായത് സ്വർണ്ണവേൽ എടുക്കുന്നത്. അതിനുശേഷം ആ വേലെടുക്കുന്നത് 16th സെഞ്ചുറിയിൽ ഒരാളുണ്ടായിരുന്നു, ആ പുള്ളിയായിരുന്നു. അതിനുശേഷം ആ വേലെടുക്കുന്നത് രുദ്രേട്ടനാ, അതായത് ഇന്നലെ. അതുകൊണ്ടല്ലേ ചേച്ചീനെ ചേട്ടൻ കെട്ടുമെന്ന് പറഞ്ഞപ്പോ ആരും ഒന്നും മിണ്ടാതെ നിന്നത്. പിന്നെ എനിക്ക് ഈ കൊട്ടാരത്തിലും ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്, പക്ഷെ എനിക്ക് അതൊന്നും അറിയത്തില്ല. ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് ഇറങ്ങാറില്ല. എന്താന്ന് ചോദിച്ചാലേ, അത് എനിക്ക് മറ്റേ അസുഖമുണ്ട്, മറ്റേ നമ്മുടെ മനുഷ്യർക്കാരിലെ ശോഭനയ്ക്ക് വന്ന അസുഖല്ലേ. അതായത് ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അതാണ് ഇങ്ങനെ ചിന്തിച്ച് വരുത്തിയിട്ട് ഒരുതരം വിഭ്രാന്തി ഉണ്ടായില്ലേ, അതന്നെ. അതെ, ഈ കൊട്ടാരത്തിലെ ചിത്തരോഗി ഞാനാ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ആ വക കാര്യങ്ങളൊന്നും അങ്ങനെ അന്വേഷിച്ച് ഇറങ്ങാറില്ല. ഒരു കാര്യം ചേച്ചി മുത്തശ്ശിയോട് ചോദിച്ചോക്ക്, മുത്തശ്ശിക്ക് അറിയാം. പിന്നീട് അറിയാവുന്നത് ശ്രീയമ്മയ്ക്ക് അറിയാം കേട്ടോ. ദേവേട്ടന്റെ അമ്മയില്ലേ ശ്രീഭദ്ര, അമ്മയ്ക്ക് അറിയാം. അമ്മ ഇവിടെ ഉണ്ട്, ഞാൻ ശ്രീയമ്മയെന്നാ വിളിക്കാറ്. പിന്നെ ഈ വീട്ടിലുള്ള ആൾക്കാരെ ഞാൻ പരിചയപ്പെടുത്തി തരാം. നമ്മുടെ കൊട്ടാരം അവസാനമായിട്ട് കിരീടം വെച്ച് ഭരിച്ചത് പ്രമദത്തൻ തമ്പുരാനും സൗത്രി തമ്പുരാട്ടിയാണ്. ഇവർക്ക് 2 മക്കളുണ്ട്. അതാണ് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശന്റെ അനിയത്തിയും. എന്ന് വെച്ചാൽ മുത്തശ്ശന്റെ പേരാണ് പരശുരാമൻ തമ്പുരാൻ, മുത്തശ്ശന്റെ അനിയത്തിയുടെ പേരാണ് കാർത്തികേയൻ തമ്പുരാട്ടി. പരശുരാമൻ തമ്പുരാനും ഭാര്യ ദാക്ഷായണി അമ്മയ്ക്കും 4 മക്കളുള്ള നീലകണ്ഠൻ, ചന്ദ്രശേഖരൻ, ശ്രീഭദ്ര, മഹാദേവൻ. നീലകണ്ഠനും ഭാര്യ ലളിതാംബികയ്ക്കും 4 മക്കളുണ്ട്. നമ്മുടെ രുദ്രേട്ടൻ, 2ാമത്തെ ആളാണ് ശ്രീപാർവതി ചേച്ചി, 3ാമത് ശ്രീലക്ഷ്മി ചേച്ചി, 4ാമത് കാർത്തികേയൻ. ചന്ദ്രശേഖരൻ അങ്കിളും പുള്ളിക്കാരന്റെ ഭാര്യ മാധവി ആന്റി, ഇവർക്ക് 2 മക്കളുണ്ട്, ചാരുലത ചേച്ചി, പിന്നെ ചിത്ര ചേച്ചി. അത് ശ്രീഭദ്ര, ശ്രീയമ്മ. ശ്രീയമ്മയുടെ ഭർത്താവ് സൂര്യദത്തൻ. സൂര്യദത്തൻ ആണെങ്കിൽ നമ്മുടെ തെക്കുകാരയിലെ ശ്രീപുരത്തെ കോവിലകത്ത് തമ്പുരാനായിരുന്നു. പക്ഷെ സൂര്യദത്തൻ അച്ഛൻ മരിച്ചുപോയി. അവർ 2 മകനാണ് ദേവാനന്ദൻ എന്ന നമ്മുടെ ദേവേട്ടൻ. പിന്നെ അതേ മഹാദേവൻ, അദ്ദേഹത്തിന്റെ ഭാര്യ ഉമാദേവി. ഇവർക്ക് 2 മക്കള്, കീർത്തന ചേച്ചി, കാർത്തിക ചേച്ചി. കാർത്തികേയമ്മയുടെ ഭർത്താവ് നാരായണൻ. പക്ഷെ ഇവർ 2 മരിച്ചുപോയി. ഇവർക്ക് 4 മക്കളാട്ടോ, ഗോവിന്ദൻ, ആനന്ദവല്ലി, വേലായുധൻ, ധർമ്മൻ. ഇതിലെ ഗോവിന്ദൻ അച്ഛനും ചന്ദ്രയമ്മയ്ക്കും 2 മക്കള്, വിഷ്ണുചേട്ടൻ, വൈദേഹി ചേച്ചി. 2ാമത്തത് ആനന്ദവല്ലി അമ്മയ്ക്കും ഭർത്താവ് അശോകൻ അച്ഛനും 2 മക്കൾ തന്നെ, അഹല്യ, അനന്യ. പിന്നുള്ളത് വേലായുധൻ അങ്കിളും ചന്ദന ആന്റി. ഇവർക്കും 2 മക്കളാണ്, ആരവ് ചേട്ടനും ദേവനന്ദൻ ചേട്ടനും. ഇത്രയാണ് ഇപ്പൊ ഇവിടെ ഉള്ള ആൾക്കാർ. ഇതാണ് ഇവരുടെ ഡീറ്റെയിൽസ്. ഇപ്പൊ മനസ്സിലായോ? നീ ഇവിടെ നിൽക്കാണോ? നീ എത്ര നേരം നിന്നെ തപ്പിന്നറിയാവോ? അത് ഞാൻ ചേച്ചിയോട് സംസാരിച്ചതിന് സമയം പോയതറിഞ്ഞില്ല. കൊള്ളാം, നിന്നെ കണ്ടുപിടിക്കാൻ വേണ്ടി ചേച്ചില്ല പറമ്പിലെല്ലാം നടക്കുക. ഞങ്ങളെല്ലാം കണ്ടുപിടിച്ചു, നിന്നെ മാത്രം കണ്ടുപിടിക്കാൻ പറ്റില്ല. സോറി. ഇതിന് ചേച്ചി അറിഞ്ഞോണ്ടല്ലോ നിന്നോട് പലതവണ നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, സാറ്റ് കളിക്കുമ്പോഴേക്ക് ദൂരെ ഒന്നും പോകരുതെന്ന്. ഒളിച്ചിരിക്കണം. നീ ഇത് കണ്ടെടുത്തൊക്കെ ഇങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ എങ്ങനെയായിരുന്നു നിന്നെ കണ്ടുപിടിക്കുന്നത്? അയ്യോ, സത്യമായിട്ട് ഞാൻ ഒളിച്ചിരിക്കാൻ വന്നയാ. അപ്പോൾ ചേച്ചിയോട് ഒറ്റയ്ക്ക് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ ചേച്ചിയോട് സംസാരിച്ച് ഇങ്ങനെ നടന്നു പോകുന്നു. അതാ കൊള്ളാം. എന്തായാലും ഇനി ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ സാറ്റ് കളിക്കില്ല, പറഞ്ഞില്ല എന്ന് വേണ്ട. ഇവക്ക് കാർത്തിക് ഒരേ സ്വഭാവം, 2നും കൂടി ഒരുമിച്ച് ഒരു അച്ഛൻ ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നത്. ആരാ എന്നെ പറ്റി കുറ്റം പറയുന്നേ? എന്റെ കണ്ണ് തെറ്റി അപ്പൊ എന്നെ പറ്റി കുറ്റം പറഞ്ഞോണം. ഓ, താങ്കളെ പറ്റി ഇവിടെ ആരും സംസാരിച്ചിട്ടില്ലേ? ഓ, അതൊക്കെ ഒന്ന് നിർത്ത്. ഞാൻ ഇനി എന്തായാലും സാറ്റ് കളിക്കാനില്ല. ആ പറമ്പ് കൂടെ എല്ലാം ഓടി എന്റെ കാലം മുള്ളുണ്ട്. എന്നാ നമുക്കെല്ലാം ഓടി പിടിക്കാം. ചേട്ടത്തി ബാ. അയ്യോ, ഞാനില്ല. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, എല്ലാരും കളിച്ചാൽ പറ്റത്തുള്ളൂ. ഇവൻ പിടിക്കാൻ വരുവേ, ഓടിക്കോ. ഞാനോ? അതൊന്നും പറ്റില്ല. നീയാ ഓടിക്കോ എല്ലാരും. നോക്കി നടക്കാൻ നിനക്ക് അറിയത്തില്ലടി. കളിക്കാനൊരു ഇള്ള കുഞ്ഞ് വന്നേക്കുന്നു. ദേവേട്ടാ, നിങ്ങൾ എന്തിനാ അവളെ അടിച്ചത്? നിങ്ങൾക്ക് ചിലപ്പോ അവളോട് ദേഷ്യമോ വിഷമോ ഒക്കെ ഉണ്ടാവും. ശരിയാ, അവള് ചെയ്തത് ആരും ഇവിടെ ന്യായീകരിക്കാൻ വരുന്നില്ല എന്നും പറഞ്ഞ് ആ പഴയ കാര്യങ്ങൾ വെച്ച് അവളുടെ മെക്കിട്ട് കയറിയാലുണ്ടല്ലോ. ഇപ്പൊ നിങ്ങൾ എന്തിനാ അടിച്ചത്? ഇനി അവിടെ നേരെ നിങ്ങളുടെ കൈ ഉയർന്ന കാർത്തി. ഏട്ടൻ കണ്ടില്ലേ ഇയാള് എന്ത് നോക്കി നിൽക്കുവല്ല? രുദ്ര, എന്നാലും നീ അവനെ അടിക്കണ്ടായിരുന്നു. എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവനത് ഹേർട്ടായി കാണും. അത് കുഴപ്പമൊന്നുമില്ല, എന്റെ സഹോദരങ്ങളല്ലേ. ഞാൻ ആദ്യമായിട്ടൊന്നും അല്ലേ നിങ്ങളെ തല്ലുന്നത്. അത് എന്നാലും ഒരെന്നാലും ഇല്ല. പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ നാടിന്റെ സ്വന്തം, നമ്മുടെ നാടിന്റെ അഭിമാനമായ നമ്മുടെ MLA കോവിലാർ അനിരുദ്ധൻ ഇന്ന് വൈകുന്നേരം 8 മണിയോടെ നമ്മുടെ വടക്കേക്കരയിൽ എത്തുന്നതായിരിക്കും. സഹോദരീ സഹോദരന്മാരെ, ഏവരും വൈകുന്നേരം വടക്കൻ പുഞ്ചയിൽ എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. ഇതെന്താ ഇലക്ഷൻ ടൈം ആയോ ഭദ്രേ? അതെ ഏട്ടത്തി, നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടല്ലോ, പുള്ളിയാണ് ആത്മഹത്യ ചെയ്തു. കാര്യമൊന്നും അറിയത്തില്ല. അപ്പൊ അതിന്റെ ഒരു ഇലക്ഷൻ വരുന്നുണ്ട്.
അപ്പൊ അതുകൊണ്ട് എല്ലാരും ഇങ്ങനെ മെമ്പറേയും മന്ത്രിയൊക്കെ വിളിച്ച് വരുത്തുന്നുണ്ട് ഇങ്ങനെ ഓരോ പ്രസംഗവും അതും ഇതുമൊക്കെയാണ് അതിന്റെ. കാർത്തി, എന്തിനാ നീ എനിക്ക് വേണ്ടി ദേവനോട് എതിർക്കാൻ ചെന്ന്? അതുകൊണ്ടല്ലേ രുദ്രേട്ടൻ വന്നതും നിന്നെ അടിച്ചതും ഒക്കെ. എന്തിനാ? നിനക്കറിയാലോ, ഞാൻ ചെയ്ത തെറ്റ് വെച്ചിട്ട് ദേവേട്ടൻ എന്നെ എത്ര അടിച്ചാലും മതിയാകില്ല. അത്രയൊക്കെയല്ലേ നീ ചെയ്തു വെച്ചേക്കുന്നത്. എന്തിനടി അയാൾക്ക് ദേഷ്യം? അതാ എനിക്ക് മനസ്സിലാവാത്തത്. അയാൾക്ക് മാത്രമാണോ ദേഷ്യം ഉണ്ടാവേണ്ടത്? രുദ്രേട്ടൻ ഇല്ലായിരുന്നു അവിടെ? ഇയാള് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്? ഞാനില്ലേ? അതുമല്ല, അന്ന് നീ ചെയ്തു വെച്ചതിൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടേണ്ടതും ദേഷ്യപ്പെടേണ്ടതും എല്ലാം ഞാനാ. എനിക്കില്ലാത്ത കോപ്പിള അയാൾക്ക്. എന്തിന്റെ ബേസിലാ? അതൊന്ന് പറഞ്ഞിട്ട് അയാള് ദേഷ്യപ്പെടട്ടെ. ഇത് ചുമ്മാ. കാർത്തി, നീ ആവശ്യമില്ലാത്ത വഴക്കൊന്നും പോണ്ട. അതൊന്നും ശരിയാവില്ല. നമുക്ക് ദേവനെ പറഞ്ഞ് മനസ്സിലാക്കാം. അതെ, അതന്നെ ഞാനും പറയുന്നത്. ദേവനെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. ഇതിപ്പം ഇങ്ങനെ നമ്മൾ വഴക്കുണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഈ വഴക്ക് എങ്ങും ചെയ്ത് നിൽക്കില്ല. അതന്നെ ഞാനും പറയുന്നത്. ആർക്കോ വേണ്ടി എന്തിനാ നമ്മളിങ്ങനെ വഴക്കിടുന്നത്? ആർക്കോ വേണ്ടിയോ? നീ തന്നെ അത് പറയണം. ആരോ എന്ന്. എടാ, അതല്ല ഞാൻ. അതൊക്കെ വിട്. എന്താണേലും കേസൊക്കെ നടക്കുന്നുണ്ടല്ലോ. അത് എന്തെങ്കിലും ഒരു നാളെല്ലാം തെളിയും. എന്ത് തെളിയുന്ന? കഴിഞ്ഞ 8-9 വർഷമായിട്ട് ഇത് തന്നെയാണല്ലോ പറയുന്നത് എല്ലാരും. നാളെ കണ്ടുപിടിക്കും, ഇന്ന് കണ്ടുപിടിക്കും, മറ്റേന്നാ കണ്ടുപിടിക്കും. എന്നിട്ട് എന്തായി? വർഷങ്ങളും ദിവസങ്ങളും ഒക്കെ മുന്നോട്ട് പോയി. കാർത്തി, ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് നിന്റെ വിഷമം. മനസ്സിലാകില്ല, ആർക്കും മനസ്സിലാകില്ല. അത് പറഞ്ഞ് ആരും എന്നെ ആശ്വസിപ്പിക്കാൻ വരികയും വേണ്ട. സോ എല്ലാരും പോ. ഞാൻ കുറച്ചേരം ഒറ്റയ്ക്ക് ഇരിക്കട്ടെ. ഞാൻ നോക്കിയാകുമ്പോ തന്നെ വന്നോളാം നിങ്ങളുടെ അടുത്തോട്ട്. അതിനുശേഷം ദേവനോട് പോയിട്ട് സോറിയും പറയാം. പോരെ? ഇപ്പൊ എല്ലാരും ഒന്ന് ഇറങ്ങ്. എന്നെ ഒന്ന് ഒറ്റയ്ക്ക് വിട്. പോ, അവൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നെങ്കിൽ ഇരിക്കട്ടെ. അല്ലേ ചേച്ചി, ശരിക്കും എന്താ പ്രശ്നം? എന്നോട് പറയാൻ പറ്റുന്നതാണെങ്കിൽ പറയോ? എടി, പ്രശ്നം എന്താന്ന് വെച്ചാ അത് സത്യത്തിൽ എനിക്കും അറിയില്ല ക്ലിയർ ആയിട്ട്. അത് അവനും രുദ്രേട്ടനോ ദേവനോ ഒക്കെ അറിയുള്ളൂ. ഇവക്കും അത് മുഴുവനായിട്ടൊന്നും അറിയില്ല. അറിഞ്ഞ പകുതി വെച്ച് കാണിച്ചു കൂട്ടിയ പ്രശ്നമാണ് ഇപ്പൊ ഇത്രയും വലിഞ്ഞു നീണ്ടു നിൽക്കുന്നത്. ഇതിനെപ്പറ്റി പറയാനും ഞങ്ങൾ ആളല്ല. നീ സമയം പോലെ കാർത്തിയോട് തന്നെ ചോദിക്കും. പാവം പറയുമായിരിക്കുമല്ല. ഹലോ രുദ്രൻ തമ്പുരാൻ, അടിയനകത്തേക്ക് കയറാമോ? എങ്ങനെയുണ്ടോടാ ഇപ്പൊ ബോഡി? ഓക്കെ അല്ലേ? കൈക്കോ കാലിനൊക്കെ വേദനയുണ്ടോ? ആടാ കുറഞ്ഞു വരുന്നു. വലിയ സീനൊന്നുമില്ല. അല്ല, നീയൊക്കെ എപ്പോ വന്ന്? അതോ, ഇവൻ പിന്നെ പണ്ട് മുതൽ ഇവിടെ ഉള്ളതല്ലേ. ഞാൻ ഇന്ന് രാവിലെ വന്നേ. ഇന്ന് രാവിലെ ഞാൻ അറിയുന്നത് ഇന്നലത്തെ കലാപരിപാടികളെല്ലാം എന്തായിരുന്നു. അപ്പൊ പിന്നെ ഇങ്ങനെ പോന്ന്. രാവിലെ ഇറങ്ങണമെന്ന് വിചാരിച്ചാ. പിന്നെ ആശുപത്രിയിൽ എന്തോ ഒരു ചെക്കപ്പ് കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അതിന് പോയി വന്ന് ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങി. ഇപ്പഴൊന്ന് ഫ്രീ ആയേ. എന്താണല്ലോ എന്താ ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടി വെക്കുമ്പോഴത്തേക്ക്. എല്ലാവരും ഒന്ന് വഴിമാറി കൊടുക്കണേ. വഴിമാറി കൊടുക്കൂ. എന്ത് സൗണ്ടാടാ ഇത്? എന്തോ പരിപാടി? അത് ശരി. പോലീസുകാരനെ അറിഞ്ഞില്ലേ? നമ്മുടെ MLA വന്നേക്കുക. MLAക്ക് എക്സ്പോർട്ട് വരേണ്ടതിന് വരെ ഇവിടെ വന്നിരിക്കുക. പോടാ. പിന്നെ ബാക്കിയുള്ളവൻ ആകെ കിട്ടുന്നൊരു ലീവാ. അന്നേരം ഞാൻ ഇനി അങ്ങേർക്ക് എക്സ്പോർട്ട് പോകാം. മക്കളെ, ഫുഡ് ഇങ്ങോട്ട് എടുക്കണോ അതോ നിങ്ങൾ താഴോട്ട് വരുമോ? ഇല്ലമ്മ, ഞങ്ങൾ ഇവിടെ ഇരുന്ന് കഴിച്ചോളാം. അവിടെ താഴെ അച്ഛന്റെ ഫ്രണ്ട്സ് ആരണ്ടൊക്കെ വന്നിട്ടില്ലേ, അവരെല്ലാം അവിടെ ഇരുന്നോട്ടെ. നാട്ടുകാർ MLA ഇതാ കോവിലകത്തേക്ക് പോവുകയാണ്. വഴിമാറുക, എല്ലാവരും വഴിമാറുക. അവിടുത്തെ കാറാണ് എന്നെ മാറ്റാൻ പറ. എന്ത് സൗണ്ടാടാ? നമ്മുടെ മുറ്റത്താണോ ഇപ്പൊ പരിപാടി? ഞാൻ നോക്കാം. എന്താ ഇത്? വല്ലാത്ത സൗണ്ട് ആണല്ലോ. ഏത് MLA പ്രസംഗിക്കാൻ വരുന്നുണ്ടെന്ന് കേട്ടായിരുന്നു. MLA പൂജയുടെ ഭാഗമായിട്ട് ഇപ്പൊ MLA-മാരും വന്ന് പ്രസംഗിക്കുന്നുണ്ടോ? എല്ലാം മേപ്പാടിന്റെ പരിപാടിയാ. നമ്മളെ ഉറക്കാതിരിക്കാൻ വേണ്ടി അവൻ മനഃപൂർവ്വം ചെയ്തു വെക്കുന്ന ഇത്. എന്താ ഇത്? എന്താ ഈ സൗണ്ടും ബഹളമൊക്കെ? ചേട്ടാ MLA വന്നാന്ന് തോന്നുന്നു. പ്രസവം കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് കയറിയോ? ഇവനിത് എന്തോന്നാൻ ചെയ്യുന്നതിരിക്കുക. അവനോട് ഇറങ്ങാൻ പറ. മേഘ, നീ അങ്ങോട്ട് ചെന്ന ആൾക്കാരെ മാറ്റിയിട്ട് അവനിങ്ങോട്ട് ഇറക്ക്. അല്ല, അവൻ അതിനകത്ത് തന്നെ ഇരിക്കും. കേരള വിദ്യാർത്ഥി മുന്നണിയെ
അറിയാ എന്തൊക്കെയുണ്ടടാ സുഖല്ലേ? നീ വന്നതറിഞ്ഞു, പക്ഷെ എന്ത് ചെയ്യാനാടാ, തിരക്ക് കാരണം വരാനേ പറ്റി. ഹലോ, എക്സ്ക്യൂസ് മീ IPS ഓഫീസർ. ഒരു MLA നിൽക്കുന്നുണ്ടില്ലേ, കുറച്ചൊക്കെ റെസ്പെക്ട് ആകാം. ഡാ, ചവിട്ടുന്നതിന്റെ ഇല്ല ഒരു. അടാടാ, എന്റെ അണികള് നിൽക്കുന്നു, നിനക്കൊന്ന് ബഹുമാനിച്ചു തന്നെ. ഒന്ന് നിർത്ത്, ഭാഗത്തോട്ട് പോവാം. ഇതെന്താ, ഇവൻ എല്ലാരോടും കൂട്ടുണ്ടോ? ആ പിന്നില്ലാതെ, ഇത് അനിരുദ്ധനല്ലേ? ഇവരെല്ലാരും ഒരുമിച്ചല്ലേ കുട്ടിക്കാലം മുതലേ നടന്നത്. പിന്നെ കോളേജിലെത്തിയപ്പോഴും എല്ലാരും ഒരുമിച്ച് തന്നെയായിരുന്നു. എന്താണേലും ആരെ സൗഹൃദം ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുപോയിട്ടില്ല. പഴയ പോലെ തന്നെ ഉണ്ടല്ലേ? ആ അതെ. എനിക്ക് തോന്നുന്നു അനിരുദ്ധൻ പിന്നെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, കോളേജിൽ പഠിക്കുന്ന സമയത്ത്. പക്ഷെ മേഘനാഥനെ കണ്ടിട്ടേ ഇല്ല ഞാൻ. അതാ ഇവിടെ വന്നപ്പോഴും ഒന്ന് തപ്പല് വന്നത്. പക്ഷെ അനിയുണ്ടല്ലോ, എല്ലാ ഉത്സവത്തിനും ശ്രീപുരത്ത് വന്ന് ഫുഡ് കഴിച്ചിട്ടേ പോകത്തുള്ളൂ. ഇന്ന് വരെ അവൻ അത് തെറ്റിച്ചിട്ടേ ഇല്ല. ഇപ്പൊ നീ നോക്കി വെള്ളം ഇറക്കിയിട്ട് കാര്യമില്ല. പണ്ട് നിന്നോട് ഇഷ്ടമാന്ന് പറഞ്ഞല്ലേ എനി ചേട്ടായി, അപ്പൊ നീയല്ലേ വേണ്ട, ചേട്ടനെ കാണാൻ കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞ. കണ്ടാ, MLA യാ MLA. നീ എന്താണേലും രുദ്രേട്ടൻ പോയി, എന്നാ പിന്നെ ഇങ്ങനെ അങ്ങ് നോക്ക്. ഇയാൾക്കാണെ പണ്ട് നിന്നെ ഇഷ്ടമായിരുന്നു, അത് നിന്നോട് പറയുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങള് പിന്നെ ബെസ്റ്റി ആയിട്ടൊക്കെ നടന്നതാണല്ലോ, അതുകൊണ്ട് അല്ലടി ഇയാളെ അങ്ങ് നോക്ക്. ഇയാൾക്ക് എന്താ ഇപ്പൊ കുഴപ്പം? ആ അത് തന്നെ, MLA അല്ലേ, അതും ഇത്രയും ചെറിയ ഏജില്. ഒന്ന് പോരി, അതൊന്നും ശരിയാവില്ല. എന്ത് ശരിയാകാതിരിക്കാനാ? നീ ഒന്ന് നോക്ക്, പണ്ടത്തെ സ്നേഹം ഇപ്പോഴും ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടില്ലേ. എന്താണേലും ആദ്യത്തെ പ്രണയം എല്ലാ ആമ്പിള്ളാരും ഒന്നും മറക്കത്തൊന്നുമില്ല. അതുകൊണ്ട് നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ചെലപ്പോ വീണാലോ. അങ്ങനെ വീണ മോളെ ജാക്ക്പോട്ടാ. ഇപ്പൊ തന്നെ MLA, കുറച്ച് നാളോടെ കഴിഞ്ഞാൽ മന്ത്രിയോ മുഖ്യമന്ത്രിയൊക്കെ ആകും. എടി അതൊക്കെ ശരിയാകും. നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഓ, നോണ്ട വാല് പോലെ കുറെ എണ്ണം പുറകെ പോകുന്നുണ്ട്. ഇവളന്മാരെ കൊണ്ട് എവിടെ പോയാലും ശല്യമാണല്ലോ. ആ, എന്താണേലും നമുക്ക് നോക്കാം. എനിക്കിപ്പോ ഉറക്കം വരുന്ന എനിക്കിപ്പോ മരുന്നെടുക്കാൻ ടൈമായി, ഞാൻ പോവാം. ആ അല്ലടാ, അവൻ എന്തേ ഫൈസല്? അവനെ കണ്ടയില്ലല്ലോ. ഹലോ, മേ ഐ കം ഇൻ? ആരംഭോ അപ്പൻ വരണേ. അലിയ, വിഷ് യു ഹാപ്പി മാരീഡ് ലൈഫ്. താമസിച്ചു പോയടാ, ഇന്നലെ എത്തണമെന്ന് വിചാരിച്ച, പക്ഷെ പറ്റിയില്ല. ചെന്നൈയിൽ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു ഷൂട്ടിന്റെ, അപ്പൊ അത് കാരണം വരാൻ താമസിച്ചു. ഓ, ഭയങ്കര ബിസി ആള്. രാജമൗലിയുടെ കൂടെ ആണോടാ അടുത്ത പടം? നീ കൂടുതൽ കളിയാക്കൊന്നും വേണ്ട. ചിലപ്പോ രാജമൗലിയുടെ കൂടെ ഒരു വർക്ക് ചെയ്ത് തന്നിരിക്കും. ചിലപ്പോ അതിനേക്കാൾ വലിയ ബ്രഹ്മാണ്ടം വർക്ക് ഞാൻ വേറെ ചെയ്യും. എന്തേ? എന്റെ പൊന്നോ, ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ലേ. നല്ല വർക്ക് ചെയ്താൽ മതി. നിന്റെ സിനിമ കണ്ടിട്ട് വേണം എനിക്കൊന്ന് കണ്ണടയ്ക്കാൻ. ഓ, നിനക്ക് ഇത്രയും സ്നേഹം ഇവനോട്? അതുകൊണ്ടല്ലടാ, ഇവന്റെ സിനിമ എന്താണേലും തിയേറ്ററിൽ ഓടുമ്പോ ആരും കാണത്തില്ല, എല്ലാരും ഉറങ്ങും. ഒരു കണ്ണടപ്പിന്റെ കാര്യം ഞാൻ ഉദ്ദേശിച്ചത്. എടാ, കൂടുതലൊന്നും കളിയാക്കണ്ട കേട്ടോ. ഞാന് നല്ല അടിപൊളി ഒരു വർക്കിന്റെ പുറകിലാ. അത് ഇറങ്ങിക്കഴിഞ്ഞോണ്ടല്ലോ നീയൊക്കെ ഞെട്ടും. ഓ, ആയിക്കോട്ടെ, ഞെട്ടാൻ ഞങ്ങള് റെഡി ആയിട്ട് തന്നെ ഇരിക്കുക. എടാ, നിനക്കൊക്കെ എന്താ പ്രശ്നം? എന്റെ പൊന്നളിയാ, നീ പഠിച്ചത് വെച്ച് നിനക്കൊരു ജോലി വാങ്ങിച്ചൂടെ? മാന്യമായിട്ട് ജീവിച്ചൂടെ? ഇതിന്റെ പിന്നാലെ എന്തിനാ പോന്നേ? എന്നോട് മാത്രം എന്തിനാ ഇങ്ങനെ പറയുന്നത്? MBBS പഠിച്ച ഇവൻ ഇപ്പൊ വേണ്ട കോഴിയുടെ ആടിന്റെ പിന്നാലെ നടക്കുക. എക്സ്ക്യൂസ് മീ, അത് ബിസിനസ്സാ. ആയിക്കോട്ടെ, നീയോ? നീ എഞ്ചിനീയറിംഗ് പഠിച്ച് ആർമിയിൽ എഞ്ചിനീയർ ആകണമെന്ന് പറഞ്ഞ് നടന്നിട്ട് ഇപ്പൊ വേണ്ട IPS ഓഫീസർ ആയിരുന്നു. യവനോ BSc നഴ്സിംഗ് പഠിച്ചിട്ട് വേണ്ട MLA ആയിട്ടിരിക്കുന്നു. ഇവനോ, ഇവൻ ബ്യൂട്ടീഷ്യനാ പഠിച്ചത്, എന്നിട്ട് അഭിനയിക്കാൻ നടക്കുന്നു. അപ്പൊ പിന്നെ എന്തുകൊണ്ടൊരു BCom പഠിച്ച ഞാൻ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിക്കൂടാ? നീ അഭിനയിക്കുന്നുണ്ടോടാ? അതളിയ, ചെറിയ അല്ലറ ചില്ലറ സീരിയലൊക്കെ, ഇങ്ങനെ നായികയെ തട്ടിക്കൊണ്ടു പോകുക, നായകന്റെ കയ്യിൽ നിന്ന് തല്ല് വാങ്ങുക, അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ സീനൊക്കെ ഞാൻ അഭിനയിക്കുന്നുണ്ട്. കൊള്ളാം. എടാ, നിനക്കെങ്കിലും ഒരു പണിക്ക് പോക്കൂടാടാ? ഈ ഏരിയ എന്നൊക്കെ പറഞ്ഞാൽ ശരി പാടാടാ പിടിച്ചു കയറി വരാൻ. ചിലപ്പോ നിനക്ക് പകുതി ലൈഫ് തീർന്നു കഴിയുമ്പോഴായിരിക്കും ഒരിച്ചിരിയെങ്കിലും ഒന്ന് കയറ്റം കിട്ടുക. അളിയ, അതൊക്കെ അറിയാം, പക്ഷെ പാഷൻ ഇതായി പോലെ. എപ്പോ മുതല്? അതോ, നീയൊക്കെയല്ലേ പറഞ്ഞേ എനിക്ക് അഭിനയിക്കാൻ അറിയാന്ന്? എപ്പോ? അത് പണ്ട് കോളേജിൽ നമ്മള് ആർട്സ് ഡേക്ക് കളിച്ചില്ലേ ഒരു നാടകം, അത് കണ്ടിട്ടല്ലേ നീയൊക്കെ എന്നെ അപ്രീഷിയേറ്റ് ചെയ്തില്ലേ? അളിയാ, നീ സിനിമ നന്നാകണം, അടിപൊളിയായെന്നൊക്കെ പറഞ്ഞു. അത് വെച്ചിട്ടാണോ നീ ഇപ്പൊ ഈ അഭിനയിക്കാൻ നടക്കുന്നേ? അതെ. പക്ഷേ ഇതറിഞ്ഞിരുന്ന ഇതൊന്നും ഞാൻ പറയില്ലായിരുന്നു. എന്റെ പൊന്നളി, അന്ന് നിന്നെ കളിയാക്കിയതാടാ. ദേ വേണ്ടാട്ടോ, എനിക്ക് തീരെ പിടിക്കുന്നില്ല. അയ്യോ, ഇവനെ ആരാ ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കുന്നേ? അല്ല, നീ അത് വെച്ചാണോ കഥയിലേക്ക് തിരിഞ്ഞേ? അതെ. ഞാൻ സെക്കൻഡ് ഇയർ ആർട്സ് ഡേക്ക് എഴുതുന്നില്ല എന്ന് പറഞ്ഞിട്ട് നീയൊക്കെ ക്ലാസ് കട്ട് ചെയ്യിക്കാൻ വേണ്ടി തന്നെ മനഃപൂർവ്വം എന്നെ പിടിച്ച് മലയാളം കഥ എഴുതാനായിട്ട് കൊണ്ടുപോയി ഇരുത്തിയില്ലേ, ഷോർട്ട് സ്റ്റോറി റൈറ്റിംഗ്. അന്ന് ഞാൻ എഴുതിയ കഥയ്ക്ക് എനിക്ക് ഫസ്റ്റ് കിട്ടി. സോ വാട്ട്? അന്ന് നിങ്ങളൊക്കെ പറഞ്ഞില്ലേ കഥ കൊള്ളാം, നീ ഇത് മുന്നോട്ട് കൊണ്ടുപോ, ചിലപ്പോ നല്ലൊരു കരിയർ ഉണ്ടാവും. അന്ന് എഴുതിയ കഥ കൊള്ളായിരുന്നു, അതുകൊണ്ട് പറഞ്ഞതാ.
ചെറിയ ചെറിയ നോവൽ എഴുതണമെന്ന് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ആ എന്തുവാണെങ്കിലും എന്താ അതെന്റെ മനസ്സിലങ്ങ് കയറി. അതിനുശേഷം ഞാൻ കഥ എഴുതും. ഇപ്പൊ 2-3 ഷോർട്ട് ഫിലിം ഒക്കെ കഴിഞ്ഞു. പിന്നെ ഇപ്പൊ ഒരു സീരീസിന്റെ ഭാഗമായിട്ട് നടക്കുക തമിഴ്നാട്ടില്. അപ്പൊ നിങ്ങൾ ഈ ആക്ടിങ്ങും സ്ക്രിപ്റ്റ് റൈറ്റിംഗും മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചു? യെസ് ഓഫ് കോഴ്സ്. ഇവൻ ബ്രഹ്മാണ്ഡമായിട്ട് ചെയ്യാൻ പോകുന്ന ആ കഥയിലെ നായകനായിട്ട് ഞാൻ അരങ്ങേറും. അടിപൊളി. നന്നായി വരും. താങ്ക് യു. എടി എഴുന്നേറ്റടി ചേച്ചി. എന്താടാ? നീ കേൾക്കുന്നുണ്ടോ ഓരോരോ സൗണ്ട്? ഉണ്ട്. അത് ചിലപ്പോ ആ മുകളില് ചേട്ടന്മാരെല്ലാം കൂടി ഇന്ന് സംസാരിക്കുന്നതിന്റെ ഒക്കെ ആയിരിക്കും. എന്തുവാണേലും എന്റെ ഉറക്കം പോയി. അതിനെന്തിനാടാ എന്റെ ഉറക്കം കളയുന്നേ? എടി നമുക്ക് നാളെ തന്നെ ഈ പ്രയത്തെ തപ്പി ഇറങ്ങിയാലോ? എന്തുവാ?